മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന പുതിയ കാര്യങ്ങൾ ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി സൃഷ്ടിക്കുവാൻ പോകുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പേഴ്സണിൽ വരുന്ന മാറ്റങ്ങളും പുതിയതായിട്ട് വരുന്ന എനർജി വേരിയേഷൻസും അങ്ങനെ കറണ്ട് എനർജി അപ്ഡേഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ഒരു ഗൈഡൻസും കൂടിയാണ് ഇതിലൂടെ തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നന്നായി തന്നെ മനസ്സിൽ പോസിറ്റീവായിട്ട് വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് കാണുവാൻ ശ്രമിക്കുക. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടോ? ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യം എന്താണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. 2 കാർഡ്സ് ആണ് ഓരോ എനർജിക്കും നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കാർഡിലേക്ക് നമുക്ക് നോക്കാം. സൺ എനർജിയാണ്. എൻജോയ് സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആണ്. ഉറപ്പായിട്ടും ഇവിടെ വിജയം കൊണ്ടുവരാനും അത് ആസ്വദിക്കാനും അതിലൂടെ സന്തോഷം ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും വിഷമിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വഴിമാറി പോകാനോ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വിധി, ഇതാണ് എൻ്റെ തലവര എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ താഴ്ന്നു പോകാനോ ഈ പേഴ്സണെ താല്പര്യമില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു എനർജിയിലേക്ക് പോകാൻ തന്നെയാണ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഏതൊരു സിറ്റുവേഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി എങ്ങനെയെങ്കിലും ചിന്താഗതി നേടിയെടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. ഇപ്പൊ സിറ്റുവേഷനിൽ എന്തൊക്കെ പോരായ്മകൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അതിൽ കീഴ്പ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൽ മാത്രമായിട്ട് പരാജയപ്പെട്ടു പോകാൻ ഈ പേഴ്സൺ ഇൻട്രസ്റ്റഡ് അല്ല, ഈ പേഴ്സൺ തയ്യാറല്ല. സണ്ണിന്റെ എനർജിയാണ് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ സൂര്യന്റെ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പോലും സൂര്യൻ വേണം അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള എനർജി ലഭിക്കണമെങ്കിൽ സൂര്യപ്രകാശം കൂടിയേ തീരൂ. ആ ഒരു പ്രകാശത്തിലൂടെ എനർജിയും വരുന്നുണ്ട്. നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു കാര്യമാണ്, ആ ഒരു ഇന്ധനമാണ് ആ ഒരു സൂര്യനിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഒരു ചാർജിങ് എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എവിടെയും തകർന്നു പോകാനോ വേണ്ടാന്ന് വെക്കാനോ അടിയറവ് വെച്ച് കീഴടങ്ങാനോ ഈ പേഴ്സൺ തയ്യാറല്ല. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് എനർജി തന്നെ സൺ എനർജി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് ടെൻഡൻസി ഉള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ആക്കി എടുക്കണം, എങ്ങനെയെങ്കിലും ലൈഫ് സക്സസ്ഫുൾ ആക്കി എടുക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു മനോഭാവം ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയിൽ മാത്രമേ സൺ എനർജി വരത്തുള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സക്സസ് തന്നെയാണ് ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സെയിം എനർജിയിൽ തന്നെ നമുക്ക് ഒരു കാർഡും കൂടി നോക്കുകയാണെങ്കിൽ റിവേഴ്സ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. നേരെ നമുക്ക് വായിക്കാം. ബിഹൈൻഡ് എ മാസ്ക് ആണ് ആൻഡ് ഓൾസോ ദ ഇന്റൻഷൻ ആണ്. ആൻഡ് ഓൾസോ ഇത് ഉദ്ദേശശുദ്ധി അത്ര ശരിയല്ലാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനോടുകൂടി വന്നിട്ടുള്ള ഒരു പേഴ്സണെയാണ് സൂചിപ്പിക്കുന്നത്. അത് തീർത്തും നിങ്ങളെയും ഈ പേഴ്സണെയും വളരെയധികം കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ഈ റിലേഷൻഷിപ്പിൽ ചൂഴ്ന്നു കയറിയിട്ടുള്ള അല്ലെങ്കിൽ നുഴഞ്ഞു കയറുക എന്ന് പറയുന്നത്. നുഴഞ്ഞു കയറുന്നത് എങ്ങനെയാണ്? ഒരിക്കലും ഒരു പെർമിഷൻ ഇല്ലാത്ത ആൾക്കാരാണ് നുഴഞ്ഞു കയറുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇടക്കിട്ട് കയറുന്ന ആൾക്കാർ എന്നൊക്കെ പറയും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നുഴഞ്ഞു
മുന്നേറ്റം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പേഴ്സൺ ആണ് എന്നല്ല പറഞ്ഞു വരുന്നത്. ഇതൊരു പുതിയ എനർജിയാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് മേ ബി എ തേർഡ് പാർട്ടി എനർജി. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, പക്ഷെ ഇതൊരു വ്യക്തി തന്നെ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ദിസ് പേഴ്സൺ ഈസ് വെയറിങ് എ ഫേസ് മാസ്ക്, അല്ലെ? മുഖത്തൊരു മാസ്ക്, ഒരു മുഖം മൂടി ധരിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു കാർഡ് റിവേഴ്സ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഒരു എനർജി, അതായത് ഇവര് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങൾ, സാഹചര്യങ്ങൾ, തെറ്റിദ്ധാരണകൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരാനും സത്യം എന്താണ് എന്നറിയാനും കള്ളം പുറത്തേക്ക് കളയാനും വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാർഡ് റിവേഴ്സ് എനർജിയിൽ കിട്ടിയതിന്റെ പിന്നിലെ ഒരു ഉദ്ദേശം കൂടി അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സണ് അറിയാൻ പറ്റുന്നുണ്ടാകാം നിങ്ങൾക്കിടയിൽ ആ ഒരു മാൽ പ്രാക്ടീസസ്, അതായത് ദുരുപയോഗം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണോ അതൊരു തേർഡ് പാർട്ടിയാണ്. അപ്പൊ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതും അവരുടെ എനർജി എന്താണ്, അവർ കാണിച്ചു വെച്ചിട്ടുള്ളത് എന്താണ്, ആ കള്ളങ്ങളെല്ലാം തന്നെ ചുരുളഴിയാനും അതിനോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നീതി കിട്ടുന്നതുമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനും കൂടിയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത്, ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് ഏത് ലെവലിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം, അല്ലെങ്കിൽ ഏതൊരു എനർജിയിലേക്ക് ആകണം എന്നുള്ളതാണ് താല്പര്യപ്പെടുന്നത്. വൈഡ് ഓപ്പൺ ആണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, പ്രോബ്ലംസും വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആയതുകൊണ്ടും ഒക്കെ ആയിരിക്കണം മര്യാദക്കുള്ള ഒരു എന്താ പറയാ, മര്യാദക്ക് ഒരു മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അതായത് തുറന്ന് സംസാരിക്കാൻ, കാരണം നിങ്ങൾ രണ്ടുപേരും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലും മര്യാദക്ക് നടന്നിട്ടില്ലായിരിക്കാം, ഇത്തരം സിറ്റുവേഷൻസ് ആയി പോകുന്നത് കൊണ്ട് തന്നെ. അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രൈവസി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്നുള്ള ഒരു സംസാരം, അറ്റാച്ച്മെന്റ്, കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് ഇവിടെ വർക്കൗട്ട് ആക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തുറന്ന് സംസാരിക്കണം, എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കണം, തിരിച്ചറിയണം, ഒരു തുറന്ന പുസ്തകം പോലെ ആകണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ആ സെയിം എനർജിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഫാമിലി കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് കുട്ടികളെയൊക്കെ വളരെയധികം ഇഷ്ടമാണ്. അതായത് ഒരു ഫാമിലി മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ഒരു ബാച്ചിലർ ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലിവിങ് ടുഗെദർ അല്ലെങ്കിൽ അങ്ങനെ പോകാൻ ഈ വ്യക്തിക്ക് താല്പര്യമില്ല. ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ഈ പേഴ്സണ് മാരേജ് ഇഷ്ടമായിരിക്കാം, ഫാമിലി ആയിട്ടൊക്കെ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ സന്തോഷമായിട്ട് കഴിയുന്ന ഒരു ഫാമിലി മാൻ, ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ, ആ ഒരു രീതി സൊസൈറ്റിയിൽ വളരെയധികം ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ട് ഒരു സൊസൈറ്റിയിൽ വളരെയധികം സാറ്റിസ്ഫാക്ഷനോട് കൂടി ജീവിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്കിവിടെ കൃത്യമായിട്ടും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ നിങ്ങളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ പേഴ്സന്റെ എനർജിയിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. വരുന്ന ദിവസങ്ങളിലോ ആഴ്ചകളിലോ മാസങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും പുതിയ എനർജീസ് ഉണ്ടോ? ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ പൈസസ് ആണ്. ഇതും വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ചന്ദ്രന്റെ അവസാന പാദത്തെ സൂചിപ്പിക്കുന്നു. സംസാരം കുറച്ച്, എന്നാൽ അനുഭവസ്ഥമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ, അനുഭവം കൂടുതൽ. മനസ്സിലായോ? തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ചന്ദ്രന്റെ അവസാന പാദമാണ്. അപ്പൊ ഉറപ്പായിട്ടും ഒരു ഹൈ വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണെങ്കിൽ പോലും അതുപോലെ തന്നെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. ഞാൻ അത് ചെയ്യാം, ഇത് ചെയ്യാം, ഇങ്ങനെ പോകാം, അങ്ങനെ ചെയ്യാം, അടുത്ത ആഴ്ച നിന്റെ അടുത്ത് ഞാൻ വരാം, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ കുറേ സംസാരങ്ങൾ ഈ പേഴ്സൺ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി ഈ പേഴ്സൺ പറഞ്ഞ് ഇങ്ങനെ പാസ് ഔട്ട് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ സംസാരം വളരെയധികം കുറച്ചിട്ട്
നിങ്ങളുമായിട്ട് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഫീൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം, നിങ്ങളുടെ ആ ഒരു സന്തോഷം, സംസാരം, സ്നേഹം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് കണ്ട് ഫീൽ ചെയ്യാനോ ആ ഒരു കാര്യത്തിനാണ് ഈ പേഴ്സൺ ഇനി അങ്ങോട്ട്, അല്ലെങ്കിൽ അത്തരം ഒരു എനർജിയാണ് ഈ വ്യക്തിയിലേക്ക് വരാനായിട്ട് പോകുന്നത് നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പൊ അത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ സെയിം എനർജി നോക്കുകയാണെങ്കിൽ ദ ഡിവൈൻ മദർ ആണ്, നർച്ചറിങ്, കമ്പാഷൻ ആൻഡ് ഗ്രേസ് ആണ്. ഇപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലേഡീസ് ആണെങ്കിൽ ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഒരു അമ്മയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ ഉറപ്പായിട്ടും പറയാൻ കഴിയുന്നു. മേ ബി ഈ പേഴ്സൺ അങ്ങനെ കിട്ടിയിട്ടില്ലായിരിക്കാം, ഒരു അമ്മയുടെ സ്നേഹം, വാത്സല്യം, അങ്ങനത്തെ ഒന്നും പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരാണെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്നത് സ്ത്രീകളെ ആണെങ്കിൽ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ സ്ത്രീകൾ വിചാരിക്കുന്നത്, അവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അമ്മയും കൂടി ആകണം, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു എനർജിയിലേക്കായി മാറണം എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് അവിടെ പ്രണയം മാത്രമല്ല, അവിടെ ഷെയറിങ് വരുന്നുണ്ട്, പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, നിങ്ങളെ ഉപദേശിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ശാസിക്കുന്ന രീതിയിലോട്ടൊക്കെ വരുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു മദർലി നേച്ചർ അല്ലെങ്കിൽ ഒരു ഫാദർലി നേച്ചർ, ഒരു ഉത്തരവാദിത്തം, അതാണ് ഇവിടെ കാണാം. ആ ഒരു എനർജി വരുന്ന മാസങ്ങളിലോ ആഴ്ചകളിലോ ഈ പേഴ്സണിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയും എന്നാണ് കാണിക്കുന്നത്. ഒരു എക്സ്ട്രാ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഡ്രീംസ് ആണ്. ലുക്ക് ടു യുവർ ഡ്രീംസ്, ദേ ഹോൾഡ് ഓൾ ദ ആൻസർ യു സീക്ക് എന്നാണ്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ സ്വപ്നങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് റീഡിംഗ് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ ഈ പേഴ്സൺ കാണുന്ന സ്വപ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളായിരിക്കാം. ഈ സ്വപ്നങ്ങളിലൂടെ പലതരം മീനിങ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് പല രീതിയിലുണ്ട്. ചിലപ്പോൾ ശത്രുക്കളെ കുറിച്ചായിരിക്കാം, മറഞ്ഞു കിടക്കുന്ന ആൾക്കാരെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പുറമേ ദേഷ്യമായിരിക്കാം കാണിക്കുന്നത്, പക്ഷെ മനസ്സിലുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് സ്വപ്നത്തിലൂടെ ആയിരിക്കും. നേരെ തിരിച്ചു ആകാട്ടോ. അപ്പൊ ഡ്രീംസിന് വളരെയധികം മനസ്സുകൊണ്ട് സ്വയം ഇമാജിനേഷൻ ചെയ്തെടുക്കുന്നതല്ല ഡ്രീംസ്. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഒരു സ്വപ്നം കാണുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലൂസ് എടുത്തിട്ടുണ്ട്. നമ്പർ 7, ഉത്രാടം നാള്, ബട്ടർഫ്ലൈ, അക്യൂറിയസ്, സോഡിയക് സൈൻ ജെമിനായി, ചിത്തിര നാള്, ലെറ്റർ I, ലെറ്റർ F. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കമന്റ് ബോക്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.